ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ലെർണിംഗ്. നമ്മൾ ഇന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സീരിയലിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉള്ള ടോപ്പിക്ക് പഠിക്കാൻ പോകണം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ എല്ലാവരും നോക്കിയോ? നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ലൈം ഡിസ്കസ് ചെയ്തായിരുന്നു, സ്റ്റോൺസ്, റോക്സ് അതിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു, ബ്രിക്കിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു, സിമെൻറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തല്ലേ? ഇത്രയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലേ. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ വരുന്നത് ഒരു ടോപ്പിക്ക് പൊസോളനിക് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ ടൈപ്സ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, അതാണ് ഇന്നത്തെ ക്ലാസ് ഒരു ചെറിയ ക്ലാസ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്, പക്ഷെ വളരെ കുറവാണ്. പിന്നെ ഇപ്പോഴത്തെ എക്സാം ഒക്കെ കുറച്ച് ടഫ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്നൊക്കെ കയറി ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചോദിക്കാനും ടെസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പം എന്താണ് പൊസോളനിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പൊസോളനിക് സിമെന്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാച്ചുറൽ ആർട്ടിഫിഷ്യൽ പൊസോളനാസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതിനകത്ത് നിന്ന് കണ്ടുള്ള കുറച്ച് റെയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഒരു ചെറിയ ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്: ക്ലേ പ്രൊഡക്ട്സ്, മോട്ടാർ, കോൺക്രീറ്റ്, ടിമ്പർ, ഇതൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, ആഡ് മിക്സ്ചേഴ്സ്, പെയിന്റ്, വാർണിഷ്, മെറ്റൽ. ഇതിനകത്ത് മോട്ടാറും കോൺക്രീറ്റും ടിമ്പറും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ടോപ്പിക്സ്. പെയിന്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ വരാണ്ട് പെയിന്റ് ഇമ്പോർട്ടൻ്റ് അത്യാവശ്യം. ഓക്കെ, പെയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്ലാസ്റ്റിക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് കുറവാണ്, എന്നാലും വേണമെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പം നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പം നമ്മൾ പൊസോളന എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? പൊസോളനിക് സിമെന്റ്, ഇതൊക്കെ നമ്മൾ സിമെന്റ് ഡിസ്കസ് ചെയ്യാൻ പൊസോളനിക് സിമെന്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ പൊസോളന എന്നുള്ള ടേം വന്നത് പുസോളി എന്നുള്ള വാക്കിൽ നിന്ന്. ഓക്കെ, പുസോളി എന്ന് പറഞ്ഞൊരു ടൗൺ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നോക്കിയത് ഇതിനകത്താണ്. പുസോളി എന്ന് പറഞ്ഞൊരു ടൗൺ ആണ്. ഈ ടൗൺ എന്ന് പറയുന്നത് ഇറ്റലിയിലാണുള്ളത്. ഓക്കെ, ഇറ്റലിയിലെ മൗണ്ട് വെസൂവിയസ് എന്നുള്ളൊരു സ്ഥലത്തിന്, മൗണ്ട് വെസൂവിയസിന് അടുത്തായിട്ടാണ് എന്തുള്ളത്, ഈ പൊസോളി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ദിസ് ടൗൺ, ഈ ടൗണിൽ എന്ത് ചെയ്തു അവര് പണ്ട് ഒരു വോൾക്കാനിക് ഡസ്റ്റ്. ഓക്കെ, ഇതൊരു മൗണ്ട് വെസൂവിയസ് എന്ന് പറയുന്ന ഒരു വോൾക്കാനിക് ആയിട്ടുള്ളൊരു എന്താണ് ഒരു പർവ്വതമാണെന്നാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ഈ വോൾക്കാനിക് ഡസ്റ്റിനെ എന്ത് ചെയ്തു, മിക്സ്ഡ് വിത്ത് ഹൈഡ്രേറ്റഡ് ലൈമായിട്ട് മിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഇവർക്ക് എന്ത് മനസ്സിലായി? ഇറ്റ് ഈസ് ഹാവിങ് സം ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇതിന് ചില ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടത് മനസ്സിലായി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു എന്താണ് ഈ പ്രോപ്പർട്ടീസ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ സ്റ്റഡീസ് ആണ് ഫർദർ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പൊസോളനിക് സിമെന്റിലേക്കും ഒക്കെ എത്തിയത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടാണ് ബവേറിയൻ ട്രസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇതുപോലുള്ള നമ്മളിപ്പോ കണ്ട നമ്മൾ വോൾക്കാനിക് ഡസ്റ്റ് കണ്ടില്ലേ, മൗണ്ട് വെസൂവിയസ് ഏരിയയിൽ, അതുപോലുള്ള ഒരു പൊസോളനാണ് ബവേറിയൻ ടസ്. ഇത് PSC വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ബവേറിയൻ ടസ് എന്ന് പറയുമ്പോൾ ഒരു പൊസോളനയാണ്. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഹിസ്റ്റോറിക്കലി ഇൻ കൺസ്ട്രക്ഷൻ. പണ്ടുള്ള കാര്യം തൊട്ടേ ഇവരെന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബവേറിയൻ ഡ്രസ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, കൺസ്ട്രക്ഷന് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പൊസോളനിക് മെറ്റീരിയൽസ് എന്താന്ന് പറയുമ്പോൾ, ഓക്കെ, പൊസോളനിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആർ സിലീഷ്യസ് ആൻഡ് അലൂമിനസ് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, എന്താണ്? സിലീഷ്യസും ആണ് അലൂമിനസും ആണ്. അപ്പൊ സിലീഷ്യസ് എന്ന് പറയുമ്പോൾ എന്താ? സിലിക്ക ഉണ്ട്. അലൂമിനസ് എന്ന് പറയുമ്പോൾ എന്താ? അലൂമിന. സിലിക്ക എന്താണ്? SiO2. അലൂമിന Al2O3. ഓക്കെ, ഇതൊക്കെ ഉള്ളൊരു മെറ്റീരിയലിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊസോളനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊസോളനിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതിനാണ് എന്താണ്? ലിറ്റിൽ ഓർ നോ സിമെന്റീഷ്യസ് വാല്യൂ. ഓക്കെ, ഇവൻ എന്താണ്? ഒരു ചെറിയ സിമെന്റീഷ്യസ് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ വെരി ലിറ്റിൽ സിമെന്റീഷ്യസ് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന് എന്താണ്? ഒരു സിമെന്റീഷ്യസ് വാല്യൂ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു മെറ്റീരിയൽ ആണ് പൊസോളനിക് മെറ്റീരിയൽസ്. ഓരോ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, അതിൽ ചിലതിന് കുറവായിരിക്കും, ചിലതിന് സിമെന്റീഷ്യസ് വാല്യൂ ഇല്ലായിരിക്കും. ഓക്കെ, ചിലതിന് അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസ് ആണ് പൊസോളനിക് മെറ്റീരിയൽസ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഫൈനലി ഡിവൈഡഡ് ഫോമിലാക്കുക, അതായത് പൗഡേർഡ് ഫോമിലാക്കുക. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് മോയിസ്ചർ, അതായത് മോയിസ്ചറിന്റെ ഒരു പ്രസൻസ് കൂടെ വരുമ്പം എന്ത് ചെയ്യും? പൊസോളിക് മെറ്റീരിയൽ റിയാക്ട് കെമിക്കലി വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ആരുമായിട്ട് ഇവൻ റിയാക്ട് ചെയ്യും? ഈ പൊസോളിക് മെറ്റീരിയൽസ് ഫൈൻ പൗഡർ ആയി കഴിയുമ്പോൾ ഇത് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും.
ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ചുമ്മാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുമോ? ഇല്ല. ലിബറേറ്റഡ് ഓൺ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ്. സിമെന്റിൽ വെള്ളം ഒഴിച്ച് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഈ ഫൈൻലി പൗഡേർഡ് ഫോമിലുള്ള പൊസോളനിക് മെറ്റീരിയൽസ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കും. ടെമ്പറേച്ചർ കൂട്ടോ കുറയ്ക്കോ ഒന്നും വേണ്ട. എന്നിട്ട് എന്ത് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും? സിമെന്റീഷ്യസ് പ്രോപ്പർട്ടീസ് ഉള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പൊസോളനിക് മെറ്റീരിയലിനെ പൊടിച്ച് സിമെന്റിൽ തീർത്ത് കഴിഞ്ഞാൽ സിമെന്റിന്റെ ഹൈഡ്രേഷൻ നടക്കുമ്പോൾ ഒരു കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. അതുമായിട്ട് ഈ പൊസോളനിക് മെറ്റീരിയൽ സാധാരണ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സിമെന്റീഷ്യസ് പ്രോപ്പർട്ടീസ് ഉള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കി, ഇറ്റ്സ് ബോൾ ബിയറിംഗ് ആക്ഷൻ ഇൻക്രീസസ് ദ വർക്കബിലിറ്റി. ബോൾ ബിയറിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ നോക്കിയേ, പൊസോളനിക് മെറ്റീരിയൽ നോക്കിയേ, ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് അല്ലെ. അപ്പൊ ഇത് എന്ത് വരും? ഒരു ബോൾ ബിയറിംഗ് ആക്ഷൻ ഉണ്ടാക്കും. ഓക്കെ, ഈ ബോൾ ബിയറിംഗ് ആക്ഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും? ഒരു വർക്കബിലിറ്റി കൂടും. നമുക്ക് ഈസിലി അതിനെ എന്താ കോൺക്രീറ്റിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വർക്കബിലിറ്റി കൂടിയാൽ എന്താണ്? ആ വാട്ടർ കണ്ടന്റ് കൂട്ടാതെ തന്നെ, അപ്പോൾ ഒരു സെയിം സ്ട്രെങ്ത് വാട്ടർ കണ്ടന്റ്, ഒപ്റ്റിമം വാട്ടർ കണ്ടന്റിൽ തന്നെ നമുക്ക് ഇതിന്റെ ബോൾ ബിയറിംഗ് ആക്ഷൻ കാരണം വർക്കബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. അതായത് വർക്കബിലിറ്റി കൂട്ടുന്ന പറഞ്ഞാൽ നമുക്കത് വർക്ക് ചെയ്യാൻ എളുപ്പമാകും. സ്ട്രെങ്തിന് വ്യത്യാസമൊന്നും വരുത്തില്ല, വാട്ടർ കണ്ടന്റ് വേരിയേഷൻ ഇല്ലാത്ത കാരണം. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് പൊസോളന എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രൊപ്പോർഷനിലുള്ള പൊസോളനെ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ മേക്ക് പേസ്റ്റ് സ്റ്റിക്കി. ഒത്തിരി പൊസോളന ആഡ് ചെയ്ത് എന്ത് പറ്റും? സിമെന്റ് പേസ്റ്റ് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? പൊസോളന എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ സ്റ്റിക്കി ആയിപ്പോകും. ഇനി പൊസോളന ഇൻ സിമെന്റിൽ പൊസോളന എത്ര വരെ ആഡ് ചെയ്യും? അത് അറൗണ്ട് ഒരു 10 to 25% ആണ്. ഓക്കെ, 10 to 25% വരെ നമുക്ക് സിമെന്റിൽ പൊസോളന ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ക്ലോസിനകത്ത് ഒരു പോയിന്റ് ഞാൻ ഇത് ആഡ് ചെയ്തേക്കുന്നത്, കോൺക്രീറ്റ് ഇൻ സീ വാട്ടർ. നമ്മൾ സീ വാട്ടറിൽ, ഇത് നമ്മുടെ എന്താ കടലിനടിയിലുള്ള വെള്ളത്തിൽ, നമ്മുടെ അടിയിലുള്ള ഭാഗത്ത് സീ വാട്ടറുമായിട്ട് എക്സ്പോഷർ വരുന്ന ഏരിയയിൽ നമ്മൾ കോൺക്രീറ്റ് കൊടുക്കുക. നമ്മൾ കടൽ പാലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്താ ഓയിൽ വെൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കോൺക്രീറ്റുകൾ. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് ഇൻ സീ വാട്ടർ ഓർ എക്സ്പോസ്ഡ് ഡയറക്ട്ലി അലോങ് സീ കോസ്റ്റ്. സീ കോസ്റ്റിൽ നമ്മൾ കൊടുക്കുക. നമ്മൾ എന്താണ് ബ്രേക്ക് വാട്ടേഴ്സ് പോലെ, എന്താ നമ്മുടെ ഈ ഇതിന്റെ സൈഡിൽ, ഹാർബറിന്റെ ഒക്കെ സൈഡിൽ ബ്രേക്ക് വാട്ടർ കൊടുക്കത്തില്ലേ, അതുപോലെ കൊടുക്കാം. അല്ലെ പിന്നെ നമ്മൾ എന്താണ് ഈ തിരമാലയൊക്കെ അടിക്കുമ്പോഴത്തേനും നമ്മുടെ ഷോർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ്, അങ്ങനെയൊക്കെയുള്ള എന്ത് ചെയ്യുക, ആ സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡയറക്ട്ലി എക്സ്പോസ് ടു സീകോസ്റ്റ് അല്ലെ. അപ്പം അതിന്റെ എന്താണ് കോൺക്രീറ്റിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് M20 ആയിരിക്കണം. എന്ത്? PCC ആണ്, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കോൺക്രീറ്റിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് M20 ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ RCC സ്ട്രക്ചേഴ്സ് ആണ് ഈ സീകോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഗ്രേഡ് എന്തായിരിക്കണം? M30 ആയിരിക്കണം. ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഈ പൊസോളനയിൽ വരുന്നതല്ല, എങ്കിൽ ഈ ക്ലോസ് വന്നതുകൊണ്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ PCC ആണെങ്കിൽ മിനിമം M20 ആയിരിക്കണം, RCC ആണെങ്കിൽ മിനിമം M30 ആയിരിക്കണം. യൂസ് ഓഫ് സ്ലാഗ് ഓർ പൊസോളന സിമെന്റ് ഈസ് അഡ്വാൻറ്റേജസ് അണ്ടർ സച്ച് കണ്ടീഷൻ അല്ലെ. അപ്പൊ എന്താണ് സ്ലാഗ്? പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലുള്ള കണ്ടീഷൻസ് യൂസ് ചെയ്യാം. സീ വാട്ടറുമായിട്ട് ഡയറക്റ്റ് എക്സ്പോഷർ വരുന്ന സ്ഥലത്തെ സ്ട്രക്ചേഴ്സിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റും പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റും യൂസ് ചെയ്യാം. ഓക്കെ, പെർസെൻറ്റേജ് ഓർത്തോളം 10 to 25 ആണ്. ഈ പൊസോളിന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ വർക്കബിലിറ്റി കൂടും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇവൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞല്ലേ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവന്റെ റിയാക്ഷൻ എങ്ങനെ? പൊസോളന റിയാക്ട് സ്ലോലി പൊസോളന റിയാക്ട് സ്ലോലി. ഓക്കെ, പൊസോളന എന്തായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ? പതുക്കെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്താണ്? പതുക്കെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇനീഷ്യൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഈസ് ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞു C2S പതുക്കെ റിയാക്ട് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് അവന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവാന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് പൊസോളന പതുക്കെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്താണ്? അവന്റെ ഇനീഷ്യലി അവൻ പുറത്ത് വിടുന്ന ഹീറ്റ് കുറവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ആ C2Sന്റെ അതേ എഫക്റ്റാ, സെറ്റിംഗ് ബിക്കം സ്ലോ. പൊസോളിന് ആഡ് എന്ത് പറ്റും? പതുക്കെ അവൻ സെറ്റ് ചെയ്യത്തുള്ളൂ, പെട്ടെന്നൊന്നും സെറ്റ് ചെയ്യത്തില്ല. ഇനി പൊസോളിനെ നമ്മൾ പറഞ്ഞ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞല്ലേ. അപ്പം കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ
ഒരു CSH, ഓക്കെ, CSH ജെല്ലുണ്ടാവും. ഓക്കെ, കാൽസ്യം സിലിക്ക ഹൈഡ്രോക്സൈഡ്, ഓക്കെ, അങ്ങനെ ഒരു ജെല്ലുണ്ടാവും. ആ CSH ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ഡെൻസിറ്റിയാണ്. ഓക്കെ, അതിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. ഇൻ ലേറ്റർ സ്റ്റേജ് മോർ CSH ജെൽ ഫോം ആൻഡ് ഫിൽ ദ voids. ഓക്കെ, അപ്പൊ ഈ ആദ്യമൊക്കെ CSH ജെല്ല് വളരെ കുറവായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ CSH ജെല്ല് ഒത്തിരി ഉണ്ടാവും. ഒത്തിരി ഉണ്ടാകുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ആ വോയിഡ്സിനെയൊക്കെ അങ്ങ് ഫില്ല് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഈ വോയിഡ്സ് ഫില്ല് ചെയ്യുന്ന പറയുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ വോയിഡ്സ് ഒക്കെ ഫില്ലായി, പെർമിബിലിറ്റി ഒക്കെ കുറഞ്ഞു. അപ്പൊ എന്തുകൂടി, കോൺക്രീറ്റ് എന്തായി, ഡ്യൂറബിൾ ആയി. ഓക്കെ, പിന്നെ ഇവൻ എന്താണ്, ഈ CSH ജെല്ലിന്റെ ഫോർമേഷന് വേണ്ടി റിയാക്ഷൻ ഒക്കെ കാരണം ഇവൻ എന്താവും, ഇൻക്രീസ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് സൾഫേറ്റ് അറ്റാക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സൾഫേറ്റ് അറ്റാക്കുമായിട്ട് എന്ത് ചെയ്യും, നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ സൾഫേറ്റ് ഉള്ള ഏരിയയിലോട്ട് വരുമ്പോൾ കോൺക്രീറ്റിനെ അവൻ അറ്റാക്ക് ചെയ്യും. ഓക്കെ, സൾഫേറ്റ് അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ കോൺക്രീറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ആ റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കോൺക്രീറ്റിന് ആ സൾഫേറ്റ് അറ്റാക്കുമായിട്ടുള്ള റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, പൊസോളന ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് അല്ലെങ്കിൽ പൊസോളന, നമ്മൾ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് പൊസോളന ആഡ് ചെയ്യുമ്പോൾ അവൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട്. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടോ, ഇല്ല, അതിന്റെ എമൗണ്ട് കുറയും. ഓക്കെ, റിയാക്ഷൻ പഠിച്ചല്ലോ. ഇനി ഈ പൊസോളിനെ ആഡ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഏർലി സ്ട്രെങ്ത് ഡിക്രീസസ്. ഓക്കെ, പൊസോളിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നം, ഏർലി പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് റോഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യേണ്ട ഒരു ഇമ്മീഡിയറ്റ് വർക്ക്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, പെട്ടെന്ന് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു റോഡ് പെട്ടെന്ന് തുറന്നു കൊടുക്കണം, ഒരു ചെറിയൊരു പാച്ച് വർക്ക് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. എന്നാൽ ഏർലി ഇവൻ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യത്തില്ല. ഓക്കെ, ബട്ട് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് റിമെയിൻസ് ഓൾമോസ്റ്റ് സെയിം. പക്ഷെ അൾട്ടിമേറ്റ് ഒരു സ്ട്രെങ്ത് വരത്തില്ലേ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, 28 ഡേയ്സിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒക്കെ വരുന്ന ആ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്തായിരിക്കും, ഓൾമോസ്റ്റ് നമ്മുടെ എന്താണ് OPCയുടെ സ്ട്രെങ്തുമായിട്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഈ പൊസോളൻ മെറ്റീരിയൽസ് ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, സിലിക്ക ഫ്യൂം യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഫ്ലൈ ആഷ് ചാർക്കോൾ. ഓക്കെ, നമ്മൾ ഈ കോൾ പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈ ആഷ് ചാർക്കോൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സിമെന്റ് മാനുഫാക്ചർ അല്ലെങ്കിൽ പിഗ് അയൺ മാനുഫാക്ചറിന്റെ ഒക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സ്ലാഗ് ആണ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്. പിന്നെ റൈസ് ഹസ്ക് ആഷ്, നമ്മുടെ ഉമ്മിക്കിരി എന്ന് പറയുന്ന സാധനത്തെ പോലെ. പിന്നെ അടുത്ത് എന്താണ്, സുർക്കി. സുർക്കി നമുക്കറിയാം അല്ലേ, നമ്മൾ മുല്ലപ്പെരിയാറിന്റെ ഒക്കെ കൺസ്ട്രക്ഷന്, ഡാമിന്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് സുർക്കി. അതെന്ന് പറഞ്ഞാൽ എന്താണ്, പൗഡേർഡ് ബ്രിക്ക് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ഇവനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു എക്സ്പാൻഷൻ ഒന്നും ഉണ്ടാകത്തില്ല, ഒത്തിരി വലിയ വോളിയം ചേഞ്ച് ഉണ്ടാകത്തില്ല. അതിനെ എന്ത് ചെയ്യും, ഈ പൊസോളിനെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ എന്താണ്, ഹയർ വാട്ടർ ടൈറ്റ്നസ്, ഇത്തിരി വാട്ടർ ടൈറ്റ്നസ് ഒക്കെ കൂട്ടും. ഓക്കെ, ഇതൊക്കെ ആ പൊസോൾ ആഡ് ചെയ്യുമ്പോഴത്തേനും എന്താണ് ആ ഒരു സിമെന്റിന്റെ OPCയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്നാണ് പറയുന്നത്. ഇനിയും പിന്നെന്താണ്, ഹൈഡ്രേഷൻ ആക്സലറേഷൻ. ഹൈഡ്രേഷൻ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പം നമുക്ക് ഹൈഡ്രേഷൻ ഉണ്ടാവും അല്ലേ, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സിമെന്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. പൊസോളന ആക്സിലറേറ്റ് ദ ഹൈഡ്രേഷൻ റിയാക്ഷൻ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, ബിറ്റ്വീൻ 28 to 56 ഡേയ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഹൈഡ്രേഷൻ ഒക്കെ 28 ഡേയ്സ് നടക്കും, അത് കഴിഞ്ഞ് നടക്കും അല്ലേ. അപ്പോൾ നമ്മൾ ക്യൂറിംഗ് ഒക്കെ എത്ര വരെ ചെയ്യുന്നത്, അറൌണ്ട് 28 ഡേയ്സ് വരെയൊക്കെ നമ്മൾ ക്യൂറിംഗ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞാലും ഈ പൊസോളിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ബിയോണ്ട് നോർമൽ ക്യൂറിംഗ് പീരീഡ്. ഓക്കെ, അപ്പൊ എന്താ, ഒരു 28 ഡേയ്സിന്റെ സ്ട്രെങ്ത് കഴിഞ്ഞിട്ടും, അതായത് നോർമൽ ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞിട്ടും സ്ട്രെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാ പറഞ്ഞേ, നമ്മൾ പറഞ്ഞില്ലേ പൊസോളിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇനീഷ്യൽ സ്ട്രെങ്ത് കുറവായിരിക്കും, പക്ഷെ കുറച്ച് നാളത്തേക്കിനൂടെ, അതായത് പ്രൊലോങ്ഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓൾമോസ്റ്റ് സെയിം സ്ട്രെങ്ത് വരുമെന്ന് പറഞ്ഞല്ലേ. അതായത് ഇതിനകത്ത് നടക്കുന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു 20 to 56 ഡേയ്സിലൊക്കെ എന്ത് നടക്കും, ഹൈഡ്രേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, അതിന് ലേറ്റർ സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മറ്റേ അതേ സ്ട്രെങ്ത് തന്നെ ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതെന്താ, മാസ് കോൺക്രീറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്, മറൈൻ ആൻഡ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൽ ഇവനെ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ നല്ല സൾഫേറ്റ് റെസിസ്റ്റൻസ് അല്ലേ, അതുകൊണ്ട് മറൈന് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവന്റെ ഒരു പ്രത്യേകത എന്താണ്, ക്യൂറിംഗ് ടൈം മോർ ദാൻ OPC.
ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിൽ കൊടുക്കുന്നതിലും കൂടുതൽ ക്യൂറിംഗ് ടൈം ഇവന് വേണം. ഓക്കെ, പിന്നെന്താ, ഏർലിയസ്റ്റ് സ്ട്രെങ്ത് ഗെയിൻ ഈസ് ലെസ്. ഇപ്പം നമ്മളൊരു 3 ഡേയ്സിൽ 2 ക്യൂബ് കാസ്റ്റ് ചെയ്തു, പൊസോളിനെ ആഡ് ചെയ്തിട്ട് ഒരു ക്യൂബും കാസ്റ്റ് ചെയ്ത് പൊസോളിനെ ആഡ് ചെയ്യാതെ ഒരു ക്യൂബും കാസ്റ്റ് ചെയ്തിട്ട് ഒരു 3 ഡേയ്സിലോ 7 ഡേയ്സിലോ ഒക്കെ ഇവന്റെ സ്ട്രെങ്ത് OPCയെക്കാട്ടിലും കുറവായിരിക്കും. അതാണ് പറഞ്ഞത്, ഏർലിയസ്റ്റ് സ്ട്രെങ്ത് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി പൊസോളന യൂസ്ഡ് ആസ് ആൻ admixture in concrete has the following advantages. നമ്മൾ കോൺക്രീറ്റിൽ ഒരു ആഡ്മിക്സറായിട്ട് നമ്മൾ പൊസോളിനെ ആഡ് ചെയ്യുവാണെങ്കിൽ, പൊസോളിന ആഡ്മിക്സറിന്റെ വേറെ ചാപ്റ്റർ വരുന്നുണ്ട്, എങ്കിലും നമ്മൾ പൊസോളിന പറയുന്നതാണ്, ഞാനിത് പറയുന്നതേ ഉള്ളൂ. പൊസോളിന നമ്മൾ ഇതിനകത്തൊരു ആഡ്മിക്സറായിട്ട് ആഡ് ചെയ്യുക. ആഡ്മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ ആഡ്മിക്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പൊസോളിന ഒരു ആഡ്മിക്സറായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, വർക്കബിലിറ്റി കൂട്ടും. നമ്മൾ പറഞ്ഞല്ലേ ഒരു ബോൾ ബിയറിംഗ് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ഒരു 24% വാട്ടർ നമ്മൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 27% വാട്ടർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 32% വാട്ടർ ആഡ് ചെയ്യുക. അതേ വാട്ടർ കണ്ടന്റിൽ നമ്മൾ OPCയെക്കാട്ടിലും എന്ത് ചെയ്യും, ഈ പോർട്ട്ലാൻഡ് പൊസോളിന സിമെന്റ് ആണെങ്കിൽ, അല്ലെ പോർട്ട്ലാൻഡ് പൊസോളൻ ആഡ് ചെയ്തിട്ടുള്ള സിമെന്റ് ആണെങ്കിൽ എന്താണ്, അവന് വർക്കബിലിറ്റി കൂടുതലായിരിക്കും. ഒരേ 2 മിക്സ്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഇറ്റ് ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് ടു അറ്റാക്ക് ബൈ സോൾട്ട്സ് ആൻഡ് സൾഫേറ്റ്സ്. ഓക്കെ, അപ്പോൾ മറൈൻ സ്ട്രക്ചറുകളിൽ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസ് ഉള്ള സ്ട്രക്ചറുകളിലൊക്കെ നമുക്ക് എന്താ, സോൾട്ട് സൾഫേറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ എന്ത് ചെയ്യും, അവരോടുള്ള റെസിസ്റ്റൻസ് കൂട്ടും. ആ സൾഫേറ്റ്സിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കും ആര്, നമ്മുടെ പൊസോളന. ഓക്കെ, ഇനി അടുത്ത എന്താ, ഇറ്റ് ലീച്ചസ് ഔട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡായിട്ട് അവൻ റിയാക്ട് ചെയ്യും അല്ലേ, അപ്പൊ ആ കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ ലീച്ച് ഔട്ട് ചെയ്യും. ഓക്കെ, ഫുൾ അത് കൺസ്യൂം ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. അതും കൂടെ കൺസ്യൂം ചെയ്തിട്ട് എന്തെങ്കിലും സിമെന്റീഷ്യസ് പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽസ് ആക്കി മാറ്റും. ഓക്കെ, ഇനി അഡീഷൻ ഓഫ് പൊസോളിന ടു സിമെന്റ് കോസ്. ഓക്കെ, നമ്മൾ പൊസോളിന സിമെന്റിൽ ആഡ് ചെയ്യുമ്പോഴുള്ള പ്രോപ്പർട്ടീസ്, ഇതൊരു ക്വസ്റ്റ്യൻ വരാം. ഇതിൽ നിന്ന് ഏതോ 1, 2, 3, 4 എണ്ണം എടുത്തിട്ട് ഒന്നിൽ ഓൾ ഓഫ് ദീസ് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്താ, ഇതിൽ ഏതെങ്കിലും ഇൻക്രീസസ് എന്നുള്ള ഡിക്രീസസ് ആക്കിയോ, അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം വരാം. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അഡീഷൻ ഓഫ് പൊസോളിന ടു സിമെന്റ് കോസ്, സിമെന്റിനകത്ത് നമ്മൾ പൊസോളിന ആഡ് ചെയ്യും. അപ്പൊ എന്തൊക്കെ പറ്റും, ഒന്നാമത്തത് ഇൻക്രീസ്ഡ് ക്യൂറിംഗ് ടൈം. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഒരു 28 ഡേയ്സ് കഴിഞ്ഞിട്ടും അവന്റെ ക്യൂറിംഗ് ടൈം എന്തുകൊണ്ടിരിക്കും, പ്രൊലോങ് ചെയ്യും അല്ലെ. അപ്പൊ എന്താ, ക്യൂറിംഗ് ടൈം കൂടും. പിന്നെന്താ, റിഡക്ഷൻ ഇൻ ബ്ലീഡിങ്. എക്സസ് വാട്ടറിനെ ഇവൻ അബ്സോർബ് ചെയ്യും. അപ്പം ബ്ലീഡ് ചെയ്തു പോകാൻ വെള്ളം ഉണ്ടോ, ഇല്ല, ബ്ലീഡിങ് കുറയും. റിഡക്ഷൻ ഇൻ പെർമിയബിലിറ്റി. നമ്മൾ പറഞ്ഞല്ലേ CSH ഒരു ജെൽ ഉണ്ടാകുന്നുണ്ട്. ആ ജെൽ ഉണ്ടാകുമ്പോൾ അത് പോർസിനകത്തൊക്കെ കയറിയിരിക്കും. ഈ ജെല്ല് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെർമിയബിലിറ്റി ഉണ്ടോ, ഇല്ല, പെർമിയബിലിറ്റി ഇല്ല. ഓക്കെ, പെർമിയബിലിറ്റി എന്ത് ചെയ്യും, കുറയ്ക്കും. ഒത്തിരി പെർമിയബിൾ ആവത്തില്ല, ആ പോർസ് ഒക്കെ അടഞ്ഞു, ജെല്ല് കൊണ്ട് അടഞ്ഞു, പെർമിയബിലിറ്റി കുറഞ്ഞു. ഓക്കെ, അടുത്ത എന്താ, റെഡ്യൂസസ് വാട്ടർ ഇവാപ്പറേഷൻ. അപ്പൊ ഈ വെള്ളമായിട്ട് ഇവൻ എന്ത് ചെയ്യും, ഇവൻ കുറെ വെള്ളത്തേക്ക് അബ്സോർബ് ചെയ്യും അല്ലേ, അപ്പൊ എന്ത് ചെയ്യും, ആ വാട്ടർ ഇവാപ്പറേറ്റ് ആയി പോകുന്നതും കുറയും. ഓക്കെ, പിന്നെ ഹണി കോമ്പിങ് വിൽ ബി റെഡ്യൂസ്ഡ്. ഹണി കോമ്പിങ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ എന്താ, ഈ ബീ ഹൈവ്സ് പോലൊക്കെയുള്ള സ്ട്രക്ചർ. ഹണി കോമ്പിങ്, നമ്മൾ ഹണി കോമ്പിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. ആ ഹണി കോമ്പിങ് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ആയിട്ട് കുറച്ച് പോറസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ആ ഹണി കോമ്പിങ് പ്രോപ്പർട്ടി കോൺക്രീറ്റിൽ വരത്തില്ല. ഹണി കോമ്പിങ് എന്ത് ചെയ്യും, കുറയ്ക്കും. ഓക്കെ, അടുത്ത എന്താ, ഇംപ്രൂവ്സ് കൊഹിഷൻ. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് പാർട്ടിക്കിൾസ് നമ്മൾ അട്രാക്ഷൻ. ഓക്കെ, എന്ത് ചെയ്യും, ആ കൊഹിഷനെ കൂട്ടും. ഒരു സിമെന്റീഷ്യസ് വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ഉണ്ട്, ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്ന പറഞ്ഞില്ലേ, അപ്പൊ എന്ത് ചെയ്യും, അവൻ കൊഹിഷൻ കൂട്ടും. പിന്നെന്താണ്, സെഗ്രിഗേഷൻ കുറയ്ക്കും. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ പാർട്ടിക്കിൾസ് ഓരോ സ്ഥലത്ത് പോയി സെഗ്രിഗേറ്റ് ചെയ്യും. നമ്മളൊരു കോൺക്രീറ്റ് ഇട്ട് പ്രോപ്പറായിട്ട് നല്ല മിക്സ് ചെയ്തില്ല, നമ്മൾ വൈബ്രേഷൻ ചെയ്തില്ലെങ്കിൽ എന്താ, ഇതിനകത്തുള്ള വെയിറ്റ് ഉള്ള പാർട്ടിക്കിൾസ് അടിയിൽ, അതിന് മേളിൽ അടുത്ത പാർട്ടിക്കിൾ, അതിന് മേളിൽ അടുത്ത പാർട്ടിക്കിൾ, അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വരും. അതായത് കോഴ്സ് സെഗ്രിഗേറ്റ് അടിയിൽ പോകും, ഫൈൻ അഗ്രിഗേറ്റ് അടുത്ത് പോയി സെഗ്രിഗേറ്റ് ആകും, വെള്ളം മേളിൽ ലീച്ച് ഔട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, കുറയ്ക്കും. സെഗ്രിഗേഷൻ കുറയ്ക്കും. പിന്നെന്താണ്, ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഇപ്പൊ നമ്മളൊരു കോൺക്രീറ്റിന്റെ അല്ലെ, നമ്മളൊരു എന്താ സിമെന്റ് ഒരു മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു 10-25% നമ്മൾ എന്താ ആഡ് ചെയ്യുക, പൊസോളിനെ ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ ആ 10-25% ആര് വരുമായിരുന്നു, സിമെന്റും മഗ്നീരിയം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമായിരുന്നു അല്ലെ. അപ്പൊ അത്രയും പോർഷൻ നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ ഈ പൊസോളിനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അവന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയും. ഇപ്പൊ നമ്മളിപ്പോ ഒരു 30 ഗ്രാം സിമെന്റ് ആഡ് ചെയ്യുന്നിടത്ത് 25 ഗ്രാം മതിയെങ്കിൽ ആ 5 ഗ്രാമിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ത് ചെയ്യും, നമുക്ക് അത്രയും ചൂട് പുറത്തോട്ട് പോകുന്നത് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ടു സോൾട്ട് ആൻഡ് സൾഫേറ്റ് അറ്റാക്ക്.
സോൾട്ടിനോടും സൾഫേറ്റിനോടും ഒക്കെയുള്ള അറ്റാക്കിനുള്ള അവനൊരു എന്ത് ചെയ്യും, ആ നമുക്ക് റെസിസ്റ്റൻസ് പവർ കൊടുക്കും. ഓക്കെ, പിന്നെന്താണ് റെഡ്യൂസ് ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ്. ക്രീപ്പ് അറിയാമോ? ഷ്രിങ്കേജ് എന്ന് പറയുമ്പോൾ എന്താ, ഷ്രിങ്ക് ചെയ്തു പോവുക, ഒരു വോളിയം ചേഞ്ച് ഉണ്ടാവും. ആ ഷ്രിങ്കേജിനെ കുറയ്ക്കും എന്ന് വെച്ചാൽ നല്ല മാസമായിട്ട് ഇതിനകത്ത് ഇരിക്കുമല്ലേ. പിന്നെന്താണ് ക്രീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സസ്റ്റൈൻഡ് ലോഡിങ്ങിലൊക്കെ കാരണം ഇവരെന്താ ഒരു ഇലോങ്ങേഷൻ പോലൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ ക്രീപ്പിനെ എന്ത് ചെയ്യും, ഈ സോളനായി കുറയ്ക്കാൻ സാധിക്കും. പിന്നെന്താണ് ലീച്ചിങ് ഇൻ കോൺക്രീറ്റ് റെഡ്യൂസസ്. ലീച്ചിങ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ സോയിലൊക്കെ ലീച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീച്ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാനിറ്ററി എഞ്ചിനീയറിംഗിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ ഈ നമ്മൾ സോയിൽ ഫിൽസ് ഒക്കെ കൊടുക്കത്തില്ലേ, അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡംപിങ് യാർഡ് ഒക്കെ ആണെങ്കിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാലും എന്ത് വരും, ഇതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് മണ്ണിൽ കൂടി ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്തു, അതിനെ ലീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലുള്ള ലീച്ചിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കോൺക്രീറ്റിൽ നിന്ന് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ലീച്ച് ഔട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ആ ലീച്ചിങ് എന്ത് ചെയ്യും, കോൺക്രീറ്റിൽ കുറയ്ക്കാൻ ആർക്ക് സാധിക്കും, പൊസ്സോളനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നോക്കി, പൊസ്സോളനയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. പൊസ്സോളനെ തന്നെ നമുക്ക് നാച്ചുറൽ പൊസ്സോളനാന്നും ആർട്ടിഫിഷ്യൽ പൊസ്സോളനാന്നും തിരിക്കാം. അപ്പൊ നാച്ചുറൽ പൊസ്സോളന എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് മനസ്സിലാക്കാം അല്ലെ, നാച്ചുറലി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ നാച്ചുറലി എങ്ങനെ കിട്ടും, വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിന്നാണ് നമുക്ക് നാച്ചുറൽ പൊസ്സോളന കിട്ടുന്നത്. ഓക്കെ, ഫൈൻ വോൾക്കാനിക് എർത്ത്, ഇപ്പം വോൾക്കാനോ എറപ്ഷൻ ഒക്കെ നടന്നു, ആ മാഗ്മ ഒക്കെ കൂളായി. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, അത് പൗഡറായി ഫൈൻ വോൾക്കാനിക് എർത്തായി മാറിയ അത് നാച്ചുറൽ പൊസോളനാണ്. പിന്നെന്താ ക്ലേ, ഷെയില്, പിന്നെന്താ ഡയാറ്റോമിഷ്യസ് എർത്ത്. ഈ ക്ലേ ഷെയിലിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കൂടുതൽ GT പഠിക്കും കേട്ടോ, അല്ലെങ്കിൽ ഡയാറ്റോമിഷ്യസ് എർത്ത്. ഈ പേരൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ചിലപ്പോൾ ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് നാച്ചുറൽ പൊസോളന അല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ വേണേൽ ചോദിക്കാം. അതുകൊണ്ട് ഈ പേരൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സം റിക്വയർ കാൽസിനേഷൻ. കാൽസിനേഷൻ എന്തായാലും നമ്മൾ പറഞ്ഞു, ലൈമിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലേ, ഹീറ്റിംഗ് ടു ബിക്കം ആക്റ്റീവ്. ചില പൊസോളിനെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കാൽസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്ത് അവനെ ആക്റ്റീവ് ആക്കി എടുക്കണം. പക്ഷെ ചില പൊസോളിന് എന്തായിരിക്കും, നാച്ചുറലി ആക്റ്റീവ് ആയിരിക്കും. അതായത് നാച്ചുറലി നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം, ആക്റ്റീവ് ആക്കിയിട്ട് ഹീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വോൾക്കാനിക് ടഫ്സ് ആൻഡ് പ്യൂമിസൈഡ്സ്. ഓക്കെ, വോൾക്കാനിക് ടഫ് അല്ലെങ്കിൽ പ്യൂമിസൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും എന്താണ്, നാച്ചുറൽ പൊസോളിന തന്നെയാണ്. അപ്പം പേരൊക്കെ ഓർത്ത്, ഫൈൻ വോൾക്കാനിക് എർത്ത് വരാം, ക്ലേ ഷെയില്, ഡയാറ്റോമിഷ്യസ് എർത്ത്, വോൾക്കാനിക് ടഫ്, പ്യൂമിസൈഡ്സ്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം ഒന്നും പറഞ്ഞില്ലേ, ബവേറിയൻ ട്രസ്, ഇതൊക്കെ എന്താണ്, നാച്ചുറൽ പൊസോളിനാണ്. ഈ പേരൊക്കെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ആ പേര് കേട്ട കള പഠിക്കൊന്നും വേണ്ട, പക്ഷെ ആ പേര് കേട്ട അതൊരു നാച്ചുറൽ പൊസോളിനാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അല്ലെ ആർട്ടിഫിഷ്യൽ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അല്ലാത്തത് നാച്ചുറലിനകത്ത് ഏതൊക്കെ വരും എന്നുള്ളതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഫൈൻ ഗ്രെയിൻഡ് ആഷസ് ഫ്രം വോൾക്കാനിക് എറപ്ഷൻ. അത് നമ്മൾ പറഞ്ഞു. ഈ വോൾക്കാനിക് ടഫ് അല്ലെ പ്യൂമിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഒരു ഫൈൻ ഗ്രെയിൻഡ് ആഷസ് ആണ്. ഈ വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ആഷാണ് എന്ത്, വോൾക്കാനിക് ടഫ് അല്ലെങ്കിൽ പ്യൂമിസൈഡ്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് സെർവ് ആസ് എക്സലന്റ് പൊസോളിനിക് മെറ്റീരിയൽ. അപ്പൊ അത് എന്താണ്, ഒരു എക്സലന്റ് പൊസോളിനിക് മെറ്റീരിയൽ ആണ്. ബവേറിയൻ ട്രസ് എന്ന് പറയുന്നത് നാച്ചുറൽ പൊസോളിനാണ്. അത് ശരിക്കും എവിടെയാണ് കാണപ്പെടുന്നത്, ജർമ്മനിയിലൊക്കെ കാണപ്പെടുന്ന ഒരു നാച്ചുറൽ പൊസോളിനാണ് ആര്, ബവേറിയൻ ട്രസ്. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ പൊസോളന. ആർട്ടിഫിഷ്യൽ പൊസോളനയ്ക്ക് ഇതിനകത്ത് വരും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫ്ലൈ ആഷിന്റെ കാര്യം പറഞ്ഞല്ലേ, കോളൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന എന്താണ്, ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. ഫ്ലൈ ആഷ്, ഗ്രൗണ്ട് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗിന്റെ കാര്യം പറഞ്ഞല്ലേ, അപ്പൊ അവനെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, സിലിക്ക ഫ്യൂം, സൊർക്കി, റൈസ് ഹസ്കാഷ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ആർട്ടിഫിഷ്യൽ പൊസോളിനെയും റിയാക്ട് വിത്ത് ഫ്രീ ലൈം. ഓക്കെ, ആ ഫ്രീ ലൈമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിമെന്റ് ഹൈഡ്രേഷന്റെ സമയത്ത് എന്ത് ചെയ്യും, ഒരു സ്ട്രെങ്ത് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞില്ലേ, ഈ ഫ്ലൈ ആഷിന്റെ കമ്പോണൻസ് തന്നിട്ട് ഏതാണോ മേജർ കമ്പോണന്റ്, അല്ലെങ്കിൽ ഫ്ലൈ ആഷിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏത്, ഇതെല്ലാം ഫ്ലൈ ആഷിന്റെ കമ്പോണന്റ് ആണോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. ഈ ഫ്ലൈ ആഷ് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ഏരിയ. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും സിലിക്കൺ ഡയോക്സൈഡ് കാണാം, അലൂമിനിയം ഓക്സൈഡ് കാണാം, അയൺ ഓക്സൈഡ്, ലൈം, സൾഫർ ട്രയോക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ആൽക്കലി. ഓക്കെ, ആൽക്കലി തന്നെ Na2O, K2O, ലോസ് ഓഫ് ഇഗ്നീഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂൻസിൽ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കോമ്പോസിഷൻ ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ ഈ സിലിക്ക ഉണ്ട്, Al2O3, അലുമിന ഉണ്ട്, അയൺ ഓക്സൈഡ് ഉണ്ട്, ലൈം ഉണ്ട്, സൾഫർ ട്രയോക്സൈഡ് ഉണ്ട്, MgO ഉണ്ട്. ഓക്കെ, പൊട്ടാഷ്യം, സോഡിയം, Na2O, K2O ഒക്കെ ഉണ്ട്. ഓക്കെ,
ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഫ്ലൈ ആഷിനകത്ത് ഇതൊക്കെ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ട്. മേജർ ആയിട്ട് വരുന്ന സിലിക്കൺ ഡയോക്സൈഡ് ആയിരിക്കും, പിന്നെ 34% അലുമിനിയം ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഏകദേശം എന്താ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് മനസ്സിലൊന്ന് ജസ്റ്റ് ഇപ്പൊ ഒന്ന് കണ്ടൊന്ന് ഇതിനകത്ത് ഈ സാധനമൊക്കെ ഉണ്ട് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഫ്ലൈ ആഷിൽ കാണാൻ ചാൻസ് ഉണ്ട് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് പൊസോളന സിമെന്റ്. നമ്മൾ നാച്ചുറൽ ആർട്ടിഫിഷ്യൽ പറഞ്ഞു. ഇനി പൊസോളന സിമെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പൊസോളന സിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ OPC പൊസോളന ഒരു പെർസെന്റേജ് വരെ ആഡ് ചെയ്യണം, പിന്നെ പൊസോളന സിമെന്റ് എന്ന് പറയും. ഓക്കെ, ഗ്രൈൻഡിങ് എ മെറ്റീരിയൽ ഓഫ് വോൾക്കാനിക് ഒറിജിൻ വിത്ത് പൗഡേർഡ് ഹൈഡ്രേറ്റഡ് ലൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ പൊസോളന സിമെന്റ് ആയിട്ട് പറയാം. പൊസോളന എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പറഞ്ഞു ഒരു സിലീഷ്യസ് അല്ലെങ്കിൽ അലുമിനിയസ് മെറ്റീരിയൽ ആണ്. സിലീഷ്യസ് ആൻഡ് അലുമിനിയസ് മെറ്റീരിയൽ ആണ്. അത് സിലിക്കായി ഉണ്ട്, അലുമിനായി ഉണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മൾ ഫ്ലൈ ആഷ് തന്നെ ഉണ്ട് അല്ലെ, ഞാൻ നോക്കിയ സിലിക്കായി ഉണ്ടായിരുന്നു, അലുമിനായി ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു പൊസോളന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വോൾക്കാനിക് ആഷ് കണ്ടെയ്നിങ് 80% ക്ലേ ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു സിമെന്റിനകത്ത്. ഓക്കെ, അപ്പൊ ഈ പൊസോളന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വോൾക്കാനിക് ആഷ് ആണ്. അതിന്റെ 80% ആരാണ്, ക്ലേ ആണ്. ഓക്കെ, നല്ല ഡ്യൂറബിൾ ആണ്. കാർബൺ ഫുട് പ്രിന്റ് കുറവാണ്. ഇത് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കുറവാണ്. അതിന് വർക്കബിലിറ്റി കൂട്ടാൻ പറ്റും. ഇതൊരു എക്കോ ഫ്രണ്ട്ലി കോസ്റ്റ് എഫക്റ്റീവ് ഓൾട്ടർനേറ്റീവ് ടു OPC ആണ്. ഓക്കെ, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കോസ്റ്റ് ഒക്കെ കുറച്ച് കുറവാണ് OPC കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇനി നമുക്ക് ഇവിടെ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, നമ്മുടെ കോഡുകൾ. ഓക്കെ, അപ്പം കോഡ് നോക്കിയേ, IS 1489 ഓർക്കാലോ, 1488 ഓക്കെ, 8+1 9, 14891991. അങ്ങനെ അതിന്റെ ഒരു പാർട്ട് 1 ഉണ്ട്, 14891991 പാർട്ട് 2 ഉണ്ട്. ഓക്കെ, അതിനകത്ത് രണ്ടും പറയുന്നത് എന്താ, സ്പെസിഫിക്കേഷൻ ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്, പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ്, അതായത് PPC, പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റിന്റെ കാര്യങ്ങളും അതിന്റെ സ്പെസിഫിക്കേഷൻസും ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ പാർട്ട് 1-നകത്ത് എന്താണ്, ഫ്ലൈ ആഷ് ബേസ്ഡ് ആയിട്ടുള്ള പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റിനെ പറ്റിയിട്ടാണ് പാർട്ട് 1-ൽ പറയുന്നത്. സെക്കൻഡിലോ പാർട്ട് 2-ലോ കാൽസൈൻഡ് ക്ലേ ബേസ്ഡ് ഉള്ള എന്താണ്, പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റിനെ പറ്റിയിട്ടാണ് പാർട്ട് 2-ൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, എന്താണ്, നമുക്ക് ഈ പൊസോളന നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്താണ്, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, വർക്കബിലിറ്റി കൂട്ടാൻ പറ്റും. എങ്ങനെ, സെഗ്രിഗേഷനും ബ്ലീഡിങ്ങും ഒക്കെ കുറയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ വർക്കബിലിറ്റി കൂടും. പിന്നെന്താണ്, ഗ്രേറ്റർ ഇംപെർവിയസ്നെസ്, നമ്മൾ പറഞ്ഞല്ലേ പെർമിബിലിറ്റി കുറയ്ക്കും എന്ന് പറഞ്ഞല്ലേ, എന്താ അതൊരു ഇംപെർവിയസ് ആകും. റെസിസ്റ്റന്റ് ടു ഫ്രീസിങ്, തോയിങ്, സൾഫേറ്റ് അറ്റാക്ക്, അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് വരും. പിന്നെന്താണ്, ലീച്ചിങ് കുറയ്ക്കും. ഓക്കെ, എന്താണ്, കോൺക്രീറ്റിലെ കാൽസ്യം ഹൈഡ്രോക്സൈഡായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും, ഒരു ഇംപെർമിബിൾ ആക്കും, അതിന് ലീച്ചിങ് കുറയ്ക്കും, റെഡ്യൂസ് ലീച്ച്. ഓക്കെ, പിന്നെന്താണ്, മിറ്റിഗേഷൻ ഓഫ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ ആൻഡ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. എന്താണ്, ആൽക്കലിയും അഗ്രിഗേറ്റുകളും തമ്മിലുള്ള റിയാക്ഷനും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും ഒക്കെ എന്ത് ചെയ്യും, ഇത് കുറയ്ക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു ചെറിയ ക്ലാസ് ആയിരുന്നു. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. ഫുള്ളായിട്ട് ഇതിനകത്ത് നമ്മൾ ഒരുമാതിരി കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഏരിയയിൽ നിന്ന് കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ തിയറി ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഒത്തിരി കാണാൻ പഠിക്കാനൊന്നും ഇതിനകത്തില്ല. ജസ്റ്റ് ആ പൊസോളിനെ ആഡ് ചെയ്യുമ്പോൾ ഇതിന് എന്തൊക്കെ സംഭവിക്കുന്നു, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ആദ്യം സ്ട്രെങ്ത് കുറവായിരിക്കും, പക്ഷേ ഗ്രാജുവലി സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. പിന്നെ പെർസെൻറ്റേജ്, അത്രയൊക്കെ ഒന്ന് ഇതിനകത്ത് ഓർത്തിരുന്നാൽ മതി. ഒത്തിരി വാരി വലിച്ച് പഠിക്കാനുള്ള ടോപ്പിക് ഒന്നും അല്ല ഇത്. ഇപ്പം ഈ ക്ലാസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ ക്ലാസ് ആയിരുന്നേ. ഓക്കെ, താങ്ക് യു.